സമാധാനപരമായ പ്രതിഷേധങ്ങൾക്ക് നേരെ പെല്ലറ്റ് പ്രയോഗം മനുഷ്യാവകാശ ലംഘനം. കേന്ദ്ര സർക്കാരിന് കർശന താക്കീതുമായി കോക്രോച്ച് ജനതാ പാർട്ടി. കണ്ടത് വെറും ട്രെയിലർ. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ കൂടുതൽ ശക്തമാക്കും. പരാജയം മറയ്ക്കാൻ വ്യാജ പ്രചാരണങ്ങളും രാഷ്ട്രീയ പ്രതികാരവും. കണ്ടത് ഒരു ട്രെയിലർ മാത്രമാണ്. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ദശലക്ഷക്കണക്കിന് ആളുകൾ ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്യും. കേന്ദ്ര സർക്കാരിന് കർശന താക്കീതുമായി കോക്രോച്ച് ജനതാ പാർട്ടി രംഗത്തെത്തിയതോടെ തലസ്ഥാനത്ത് വൻ രാഷ്ട്രീയ കൊടുങ്കാറ്റ് രൂപപ്പെട്ടിരിക്കുകയാണ്. CJP വക്താവ് അശുതോഷ് രംഗ നൽകിയ മുന്നറിയിപ്പ് ഉയർന്നുവരുന്ന ജനരോഷത്തെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാരിനെ കടുത്ത പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നത്. തങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾക്കു വേണ്ടി തെരുവിലിറങ്ങിയ CJP പ്രവർത്തകർക്കു നേരെ പോലീസ് ക്രൂരമായ രീതിയിലാണ് പെല്ലറ്റ് തോക്കുകൾ പ്രയോഗിച്ചത്. സമരം നടത്തുന്നവരുടെ കണ്ണിലും നെഞ്ചിലും കഴുത്തിലും പെല്ലറ്റ് തറച്ചു കയറുകയും ഒടുവിൽ ശസ്ത്രക്രിയയിലൂടെ അവ നീക്കം ചെയ്യേണ്ടി വരികയും ചെയ്തുവെന്ന ആശുപത്രി റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെ സർക്കാരിന്റെ വാദങ്ങൾ ഒന്നൊന്നായി പൊളിയുകയാണ്. പൊതുജനങ്ങളുടെ ശബ്ദം അടിച്ചമർത്താൻ ജമ്മു കാശ്മീരിലും മറ്റും കണ്ടുവന്നിരുന്ന പെല്ലറ്റ് തോക്കുകൾ ഡൽഹിയിലെ പ്രതിഷേധക്കാർക്ക് നേരെ പ്രയോഗിച്ചത് തികഞ്ഞ മനുഷ്യാവകാശ ലംഘനവും ജനാധിപത്യ മൂല്യങ്ങളോടുള്ള വെല്ലുവിളിയുമാണ്. സമരക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായ എതിർപ്പുകളെ പൗരന്മാരുടെ ന്യായമായ പ്രതിഷേധമായി കാണുന്നതിന് പകരം പ്രതിഷേധക്കാരെ രാജ്യദ്രോഹികളും ഗുണ്ടകളുമായി ചിത്രീകരിക്കാനാണ് ഭരണകൂടവും അതിനെ പിന്തുണയ്ക്കുന്ന മാധ്യമ വിഭാഗങ്ങളും ശ്രമിക്കുന്നത്. ബീഹാറിൽ പരീക്ഷാർത്ഥികൾ നടത്തിയ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ ഉപയോഗിച്ച് CJP പ്രവർത്തകർ ഇന്ത്യയുടെ ആദ്യ ഹൈഡ്രജൻ ട്രെയിനിന് നേരെ കല്ലെറിഞ്ഞു എന്ന വ്യാജ പ്രചാരണം അഴിച്ചുവിട്ടത് ഭരണകൂടത്തിന്റെ രാഷ്ട്രീയ പാപ്പരത്തമാണ് വ്യക്തമാക്കുന്നത്. പ്രതിഷേധങ്ങളെ നേരിടാൻ പോലീസിനെ ഉപയോഗിച്ച് 10ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി തുടങ്ങിയ മുതിർന്ന നേതാക്കളെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്യുകയും ചെയ്തത് സർക്കാരിന്റെ ഭയമാണ് കാണിക്കുന്നത്. വിയോജിപ്പുകളെ ജനാധിപത്യപരമായി നേരിടുന്നതിന് പകരം അധികാരം ഉപയോഗിച്ച് അടിച്ചമർത്താനാണ് കേന്ദ്രം ശ്രമിക്കുന്നത്. പാർലമെന്റിൽ കറുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞ് പ്രതിഷേധിക്കുന്ന പ്രതിപക്ഷ കൂട്ടായ്മയും തെരുവിൽ കൂടുതൽ ശക്തമാകുന്ന ജനകീയ മുന്നേറ്റങ്ങളും കേന്ദ്രത്തിന് അന്ത്യശാസനമാണ് നൽകുന്നത്. ജനങ്ങളുടെ രോഷം തണുപ്പിക്കാൻ പെല്ലറ്റുകൾക്കോ വ്യാജ പ്രചാരണങ്ങൾക്കോ കഴിയില്ലെന്ന സത്യം കേന്ദ്ര സർക്കാർ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. CJPയുടെ നേതൃത്വത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ തലസ്ഥാനത്തേക്ക് എത്തുന്നതിന് മുൻപ് ഭരണകൂടം തങ്ങളുടെ പിടിവാശി ഉപേക്ഷിച്ച് ചർച്ചകൾക്ക് തയ്യാറാകേണ്ടത് ജനാധിപത്യ നിലനിൽപ്പിന് അത്യാവശ്യമാണ്. അതേസമയം സമരത്തിന്റെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷയാണ് ഡൽഹിയിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഡൽഹിയിൽ 16 മെട്രോ സ്റ്റേഷനുകൾ അടച്ചു. ഇതാദ്യമായാണ് ഡൽഹിയിൽ ഇത്രയധികം മെട്രോ സ്റ്റേഷനുകൾ ഒരുമിച്ച് അടച്ചിടുന്നത്. മുൻപ് പാർലമെന്റിനും ജന്തർ മന്ദറിനും സമീപത്തെ 3-4 സ്റ്റേഷനുകൾ മാത്രമായിരുന്നു നിർഭയ സമരകാലത്ത് പോലും അടച്ചിട്ടിരുന്നത്. മിന്നൽ സമരങ്ങൾ കണക്കിലെടുത്ത് വൻ സുരക്ഷയാണ് പാർലമെന്റിന് മുന്നിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതൽ പോലീസ്, CRPF സേനകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. റാപ്പിഡ് ആക്ഷൻ ഫോഴ്സും സുരക്ഷ ഏർപ്പെടുത്തുന്നുണ്ട്. പ്രധാന റോഡുകൾ അടച്ചിരിക്കുകയാണ്. രാഷ്ട്രപതി ഭവനിലേക്കടക്കം പ്രതിപക്ഷം മാർച്ച് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ BSF അടക്കമുള്ള കേന്ദ്ര സേനകളെ വിന്യസിച്ചിട്ടുണ്ട്.